എന്നാൽ 1-ാം തീയതി 1 മണിക്ക് ശേഷം CPM-ന് കൊള്ളാത്ത ആളായി ആരോപണ വിധേയനായി നിൽക്കുന്നവനായി ആരോപണങ്ങൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി. ലക്ഷങ്ങൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു തുടങ്ങി, കോടികൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു തുടങ്ങി. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അതിനൊന്നും വ്യക്തമായ ഒരു തെളിവും ഇല്ലാത്തതിന്റെ ഭാഗമായി സമ്മേളനത്തിൽ ഞാൻ പിരിച്ച പൈസ കൊണ്ടുപോയി എന്നൊരു ആരോപണം വന്നു. അത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തു. കേസിന് വ്യക്തമായ മറുപടി ഞാൻ ആറ്റിങ്ങൽ DSPക്ക് കൊടുത്ു. അത് അവിടെ കൊണ്ട് അവസാനിച്ചു. എന്നാൽ ഇന്നലെ ചില ചാനലുകളിൽ കൂടെ ഞാൻ അറിയാൻ കഴിഞ്ഞത് മെനിങ്ങാന്ന് 7:30 മണിക്ക് CPM-ന്റെ നേതാക്കൾ അവിടെ ചെന്നിരുന്നു നിർബന്ധിച്ച് മംഗലാപുരം CI കൊണ്ട് കേസെടുപ്പിക്കുകയും ചെയ്തു. CI കേസെടുക്കാനായിട്ട് തയ്യാറായിരുന്നു. എന്നാൽ മോളിൽ നിന്ന് വലിയ സമ്മർദ്ദം വന്നതിന്റെ ഭാഗമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനമാണ് അവരെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാത്ത വകുപ്പും പ്രകാരമാണ് എനിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഒരു ന്യായീകരണവും എനിക്ക് പറയാനായിട്ട് വരും. എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എന്നത്? ഞാൻ ചെയ്ത തെറ്റ് CPM-ൽ നിന്ന് മാറി ദേശീയ പാർട്ടിയായ BJP-യിൽ ചേർന്നു എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തു. അപ്പൊ CPM-ൽ നിന്ന് പോകുന്നവരെ ഇല്ലാതാക്കുക. എന്നാൽ CPM-ലോട് വരുന്നവരെ 2 കൈ നീട്ടി സ്വീകരിച്ച് വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്ത് കൂട്ടി നിർത്തുന്ന സമീപനമാണ് CPM നടത്തിയിട്ടുള്ളത്. അതിന് ഉദാഹരണമാണ് AP അനിൽകുമാർ. ഇന്ന് കോൺഗ്രസിൽ നിന്ന് വന്ന നേതാവ് വലിയ സ്ഥാനമാണ് കൊടുത്തത്. ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കുന്ന PS പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് വന്നവർ വലിയ സ്ഥാനം കൊടുത്തു. അപ്പൊ CPM-ലോട്ട് വന്നാൽ കൊള്ളാം, CPM-ൽ നിന്ന് പോയാൽ അവൻ കൊള്ളരുതാത്തവരായി. എനിക്ക് പറയാനുള്ളത് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ അതിലൊരു സംഘാടക സമിതിയുണ്ട്. ആ സംഘാടക സമിതിയുടെ ചെയർമാൻ ഞാനല്ല, അതിന്റെ കൺവീനർ ഞാനല്ല. 1 രൂപ ഞാൻ എന്റെ കൈപ്പടയിലോ ഞാൻ ഒപ്പിട്ട് കൊടുത്തോ 1 രൂപ പോലും വിളിച്ചിട്ടില്ല. ഞാൻ ആദ്യം അവർ പറഞ്ഞത് 7 ലക്ഷം രൂപയാണ് പറഞ്ഞത്. പിന്നെ അത് 3 ലക്ഷം രൂപയായി. ഇപ്പൊ 1 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണമെന്നുള്ളതാണ് അവസാനം വന്നിട്ടുള്ള ഡിമാൻഡ്. എനിക്കെങ്ങനെ കൊടുക്കാൻ കഴിയുന്നത്? ഞാൻ ഇന്ന് BJP-യുടെ സംസ്ഥാന കമ്മിറ്റി അല്ല. ഞാൻ എങ്ങനെ കൊടുക്കാനായിട്ട് കഴിയും? അപ്പൊ മാനസികമായി എന്നെ തളർത്തുക, അതിലൊന്നും തളർന്നു പോണ ഒരാളല്ല മുല്ലശ്ശേരി മധു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകർ. അതെന്റെ 42 വർഷക്കാലം ജനങ്ങളിടയിൽ നിന്ന് പൊതുപ്രവർത്തനം നടത്തി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് CPM-ൽ നിന്ന് പലരും ഏരിയ സെക്രട്ടറിമാർ എന്നെ ബന്ധപ്പെടുന്നുണ്ട്, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നെ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ അവരെല്ലാം ഒരു ചട്ടക്കൂട്ടിനകത്ത് നിൽക്കുകയാണ്, ഈ ഭരണത്തിന്റെ തണലിൽ നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അവരെല്ലാം ഇല്ലായ്മ ചെയ്യും എന്നാണ് അവരെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് എന്നിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ കഥകൾ പറഞ്ഞ് കേസെടുക്കുക. നിങ്ങൾക്കറിയാം, സമ്മേളനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ്. ഞാൻ പെട്ടിയും കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഈ ജോയിക്ക് മുമ്പ് പാർട്ടിയിൽ വന്ന ആളാണ് ഞാൻ. ജോയ് ജില്ലാ സെക്രട്ടറി ആയിട്ട് വന്നിട്ട് ഇപ്പൊ ഏതാണ്ട് 1 വർഷമേ ആയിട്ടു. എന്തിനാ ഞാൻ പെട്ടിയും കൊണ്ടുപോകുന്നു? 8 കൊല്ലം ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അപ്പൊ ഒരു പെട്ടിയും കൊടുത്തില്ല. 6 കൊല്ലം ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആയി, ഒരു പെട്ടിയും കൊടുത്തില്ല. അപ്പൊ പെട്ടി കൊടുക്കണമെങ്കിൽ ജോയിക്ക് മുമ്പുള്ള നേതാക്കൾക്ക് പെട്ടി കൊടുക്കേണ്ടി വരും. അവർക്ക് കൊടുത്തോളെന്ന് എനിക്കറിയാൻ വയ്ക്കും. പിന്നെ സാമ്പത്തിക ആരോപണം ഒരു ഏരിയ സെക്രട്ടറിക്ക് എത്ര രൂപ കിട്ടുമെന്ന് എനിക്ക് അറിയാൻ കഴിയും. ഒരു ഏരിയ സെക്രട്ടറിക്ക് ഇത്ര രൂപ കിട്ടുമെങ്കിൽ, ഇത്രയും ഭീമമായ തുക കിട്ടുമെങ്കിൽ, ഇന്ന് ജില്ലാ സെക്രട്ടറിയായ ജോയിക്ക് എന്തുമാത്രം പൈസ കിട്ടും? അപ്പൊ ആ അനുഭവമായിരിക്കാം അദ്ദേഹം പറയുന്നത്. എനിക്ക് സാമ്പത്തികമായ ഒരുപാട് പൈസ ഞാൻ ഉണ്ടാക്കുന്നു. ഞാൻ ഒരു ഏരിയ സെക്രട്ടറി മാത്രമേ ആവൂ. ജില്ലാ സെക്രട്ടറി എങ്ങനെയാണ്? ജോയി എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറി. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ 19 ഏരിയ കമ്മിറ്റി നയിക്കുന്ന ഒരാളാണ്. ഭരണതലത്തിൽ MLA ആണ്. അപ്പൊ ജോയിക്ക് കിട്ടുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹം വീണ്ടും എല്ലാവരെയും എങ്ങനെ സംശയിക്കും. അതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാൻ. അപ്പൊ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് കാര്യകാരണം പറയാനുള്ള, സഹിതം പറയാനുള്ള ഒരു ജാഗ്രത ജില്ലാ സെക്രട്ടറി എന്നുള്ളതിൽ ജോയി കാണിക്കും. ഞാൻ ഒരു പെട്ടിയും കൊണ്ട് പോയിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞെന്താ? പെട്ടി സ്പ്രേ കൊണ്ടുവന്നു, 50,000 രൂപ കൊണ്ടുവന്നു. 50,000 രൂപ കൊണ്ടുവന്നു അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കിയത്? 50,000 രൂപ ആയതുകൊണ്ടാണോ അദ്ദേഹം വാങ്ങാത്തത്? 50,000 രൂപയുടെ വില മാത്രമേ ജോയിക്കുള്ളൂ. 50,000 രൂപയാണെന്ന് എനിക്കറിയാനായിട്ട് പറ്റത്തില്ല. ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. അപ്പൊ ജോയി പറഞ്ഞതാണ്, സമ്മേളനത്തിൽ പറഞ്ഞാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. 50,000 രൂപ കൊണ്ടുവന്നു, പെട്ടിയിൽ സാധനങ്ങൾ കൊണ്ടുവന്നു.
എനിക്ക് ചോദിക്കാനുള്ള ജോയിയുടെ അടുത്ത് ഈ 50,000 രൂപയാണെന്ന് ജോയി എങ്ങനെ മനസ്സിലാക്കാൻ ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും എനിക്ക് ജോയിയുടെ അടുത്ത് അതിന്റെ കാര്യമില്ല. ഞാൻ ജോയി വരുന്നതിന് മുമ്പ് പാർട്ടി ഏരിയ സെക്രട്ടറിയാണ്. അതിന് ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ആ സാഹചര്യത്തിൽ എന്തിനാ ജോയിയെ ഞാൻ പെട്ടി കൊണ്ടുപോകേണ്ട കാര്യം? അപ്പൊ ഇതെല്ലാം ആരോപണങ്ങൾ പറഞ്ഞ് എന്നെ ഇല്ലാതാക്കാമെന്നുള്ളൊരു തോന്നലാണ് ജോയിക്കുള്ളതെങ്കിൽ അത് തെറ്റി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ തീരുമാനം എടുക്കാനായിട്ട് ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ജില്ലാ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ആ പരിപാടികളെ കുറിച്ച് ഇദ്ദേഹം പറയും. ഈ പറയുന്ന ഒരു ആരോപണങ്ങളിലും ഒരു വാസ്തവമില്ല. 1 രൂപ ഞാൻ പിരിച്ചിട്ടില്ല. കള്ള കേസ് എടുക്കാനായിട്ടാണ് തീരുമാനിച്ചില്ല. കള്ളക്കേസ് എടുത്തതിന്റെ ഭാഗമായിട്ട് ഞാൻ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട്. ഇന്ന് അത് അപ്രൂവ് ആവും, അല്ലെങ്കിൽ നാളെ അപ്രൂവ് ആവും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജോയിയിലെ ഒരു കളിയിലും പുറകോട്ട് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ നമുക്കറിയാം ജോയിയുമായിട്ട് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിലെ 90% സഹകരണ ബാങ്കുകളും ഇന്ന് കൈകാര്യം ചെയ്യുന്നത് CPM ആണ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം. വലിയ അഴിമതിയാണ് ആ മേഖലയിൽ നടക്കുന്നത്. വലിയ അഴിമതി. ആ അഴിമതി തിരുവനന്തപുരം ജില്ലയിലെ ബാങ്കുകളുണ്ട്, നിങ്ങൾ കാണുന്നതാണ്. ഞാൻ നേതൃത്വം കൊടുത്ത മംഗലാപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ബാങ്കുകളിലുണ്ട്. നേതാക്കൾ ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അത് തിരിച്ചടയ്ക്കുന്നില്ല. അത് തിരിച്ചടയ്ക്കണമെന്ന വ്യക്തമായ ഒരു തീരുമാനം എടുത്ത ഒരു ഏരിയ സെക്രട്ടറിയാണ് ഞാൻ. എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ഒരു ഏരിയ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിഞ്ഞു പോയിട്ടുള്ളത്. ആ തീരുമാനങ്ങളെല്ലാം ജോയിക്ക് എതിർപ്പായിരുന്നു. അപ്പൊ അഴിമതിക്ക് കൂട്ടുനിൽക്കുക, നുണ കേൾക്കുക, വിഭാഗീയ പ്രവർത്തനം നടത്തുക, ഇതാണ് ജോയിയുടെ ഒരു മുതൽക്കൂട്ട്. എനിക്ക് മുകളിൽ ആരും വളർന്നുകൂടാ. മംഗലാപുരം ഏരിയ കമ്മിറ്റിയിൽ എനിക്ക് മുകളിൽ ആരും വളർന്നുകൂടാ. അപ്പൊ സഹകരണ മേഖലയിൽ എടുത്തിട്ടുള്ള അഴിമതിയെ കുറിച്ച് എനിക്ക് വ്യക്തമായ തീരുമാനം ഉണ്ടായിരുന്നു. ആ പ്രദേശത്ത് ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ഭരണസമിതി അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ഒരു ഭരണസമിതിയായിരുന്നു. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നു. നിങ്ങൾ ചിലരെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ഒരു ഭരണസമിതിയെ മാറ്റി നിർത്തി അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ഭരണസമിതിയെ കൊണ്ടുവന്ന ഒരു ജില്ലാ സെക്രട്ടറിയാണ് ജോയി എന്ന് പറയുന്നത്. വലിയ അഴിമതിയല്ലേ സഹകരണ മേഖലയിൽ നടക്കുന്ന? ഒരു പരിശോധന നടത്തുന്നുണ്ട്. കേരളത്തിലെ സഹകരണ ബാങ്കുകൾ, തിരുവനന്തപുരം ജില്ലയിലെ സഹകരണ ബാങ്കുകൾ, ഇതിനെല്ലാം എതിരായി ഒരുപാട് പാർട്ടി പ്രവർത്തകർ എന്നോടൊപ്പം വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. പാർട്ടി നേതാക്കൾ എന്നോടൊപ്പം വരാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം വരുന്ന കാലഘട്ടത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം വരാനായിട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് കേരളത്തിൽ വളർച്ചയുള്ള ഒരു പാർട്ടി BJP-യാണ്. ഒരു സംശയമില്ല. ആ പാർട്ടിയെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് എല്ലാ വിധത്തിലും ഞാൻ നിൽക്കുമെന്നാണ് എനിക്ക് നിങ്ങളോട് ചെറിയ രീതിയിൽ പറയാൻ. ഞാൻ വിളിച്ചിട്ടില്ല. പ്രവർത്തകർ 3 ലക്ഷം രൂപയോളം പിടിച്ചതായി തന്നു എന്നും നിങ്ങൾ മറ്റുള്ള വ്യവസായികളിൽ നിന്ന് പൈസ പണം കൈപ്പറ്റിട്ടുണ്ടെന്നാണ് CPM പറയുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് പോലും അല്ല. ഇതൊക്കെ അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും തെളിവ് വേണമല്ലോ. ഏതെങ്കിലും വ്യവസായിയിൽ നിന്ന് പൈസ പിടിച്ചിട്ടുണ്ടെന്ന് അവർ പറയുമ്പോൾ ആ വ്യവസായി വെറുതെ എനിക്ക് കൊണ്ട് തരുമോ? അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ റെസിപ്റ്റ് കൊടുത്തു, എന്റെ കൈപ്പടയിൽ എഴുതി ആരെങ്കിലും പൈസ തന്നിട്ടുണ്ടെങ്കിൽ മംഗലപുരം ഏരിയയിലെ ഏത് മുതലാളിക്കും പറയാം, ഏത് വ്യവസായിക്കും പറയാം. ഞാൻ നേരിട്ട് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാം. അവിടെ ഒരു സംഘാടക സമിതി എടുത്തു, അതിലൊരു ചെയർമാനുണ്ട്, അതിലൊരു കൺവീനറുണ്ട്. ആ കൺവീനറാണ് പൈസ മേടിച്ചിട്ടുള്ളത്. അല്ലാതെ 1 രൂപ പോലും ഞാൻ എന്റെ കൈപ്പടത്തിൽ പൈസ മേടിക്കുന്ന റെസിപ്റ്റ് കൊടുക്കുന്നത്. ഞാനെങ്കിലും റെസിപ്റ്റ് കൊടുക്കാതെ പൈസ മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പറ്റും. പക്ഷെ ഏത് വ്യവസായിയുടെ കയ്യിൽ നിന്നും പൈസ ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെളിയിക്കാം. അവിടെ ഇപ്പൊ പരാതി പറയുന്ന പാർട്ടിക്ക് തെളിയിക്കും. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഏത് മാനദണ്ഡത്തിലാണ് ഇവരത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അല്ല, അതൊക്കെ നിങ്ങൾക്ക് തിരക്കാം. പാർട്ടി നേതാക്കൾ പല ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കുന്നില്ല. ലോൺ എടുത്തവരെ തിരിച്ചടയ്ക്കുന്നില്ല. അങ്ങനെ നിരവധി നേതാക്കൾ മംഗലപുരം ഏരിയയിലുണ്ട്, ചെറിയൻകീഴ് ഏരിയയിലുണ്ട്. ഒരു പരിശോധന നടത്തിയാൽ ചെറിയൻകീഴ് സഹകരണ ബാങ്ക് ഒന്ന് പരിശോധിക്കണം.
ചെറിയ സഹകരണ പേര് പരിശോധിക്കണം. അവിടെ ഒരു അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ അല്ലെങ്കിൽ ചെറിയ പാർലമെന്റ് മണ്ഡലത്തിലെ പല സഹകരണ ബാങ്കുകളിലും വലിയ അഴിമതിയാണ് നടത്തുന്നത്. തിരിച്ചടവ് കൊടുക്കുന്നില്ല. അതിന് ശക്തമായ ഒരാളാണ് ഞാൻ. അതിനെ കൂട്ടുനിന്ന ഒരു നേതാവാണ് ഇന്നത്തെ ജില്ലാ സെക്രട്ടറി ജോലി. ആളുടെ പൈസ എടുത്ത് തിരിച്ചടയ്ക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി മുൻകൂർ ജാമ്യത്തിൽ കൊടുത്തിട്ടില്ല. കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കൊടുത്തു. ജില്ലാ കോടതി സെഷൻ കൊടുത്തു. സെഷൻ കോടതി കിട്ടിയെങ്കിൽ അത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരും. ആരോപണം പറയുമ്പോൾ തെളിയിക്കാനുള്ള ഒരു ബാധ്യതയോടെ ഈ ആരോപണം പറയുന്നവരുണ്ടല്ലോ. ഈ പോലീസ് അന്വേഷണം നേരാവണ്ണം നടക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ല, അത് ഇന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയല്ലേ ഒരു കാരണം. അതുകൊണ്ടാണല്ലോ ഒരു കേസെടുത്തത്. എന്ന് പല പോലീസ് ഓഫീസർമാർ ഇന്ന് രാവിലെ എന്നെ വിളിച്ചു. ഹൈക്കോടതിയിൽ കൊടുത്താൽ ഘോഷ് ചെയ്ത് കളയാൻ പറ്റിയ കേസാണിത്. എന്ത് മാനദണ്ഡത്തിലാണ് അവർ കേസെടുത്തത്? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കേസെടുത്തത്? അവർ കേസെടുക്കണം, എന്നെ മാനസികമായി തകർക്കണം, എന്നെ ഒരു ദിവസമെങ്കിലും അകത്തിരുന്നത്. അതല്ല ഇവർ ഉദ്ദേശിച്ചു. അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ കേസ് കൊടുക്കുക.